ഈ കേശുവിന്റെ മക്കളൊക്കെ നാട്ടിക്ക് വരാനും ഇവിടെ നിൽക്കാനൊന്നും താല്പര്യമില്ലാത്തവരായോണ്ട് തന്നെ ആ വീട്ടിൽ കുറെ കാലം ഇവര് രണ്ടാളും പറമ്പിന്റെയും വീടിന്റെയും കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ഹെൽപ്പറും മാത്രമാണ് ഉണ്ടായിരിക്കുക. അങ്ങനെ ഇവർ കല്യാണം കഴിഞ്ഞ തൊട്ട് ഈ ഹെൽപ്പർ ചെക്കന് ഇവളോടുള്ള ബിഹേവിയർ പറയുന്നത് ഒരുമാതിരി ആക്കാരെ ഇവക്ക് അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും കാര്യമായിട്ട് ഇവളോട് എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവളത് വല്ലാണ്ട് കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം കേശവൻ പുറത്ത് പോയ ടൈമിൽ ഇയാൾ ഇവളോട് വന്നിട്ട് മിസ്ബിഹേവ് ചെയ്യുകയും ചെയ്യും. ഇവളെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഇയാളെ ചെരുക്കൊന്ന് കൊടുക്കും. കേശവൻ വന്നാൽ അപ്പൊ തന്നെ പറയുന്നുള്ളത് പറഞ്ഞാണ്ട് അവൻ അവിടുന്ന് അപ്പൊ തന്നെ ഇറക്കി വിടുവേ. അങ്ങനെ ഇതൊക്കെ നടക്കുന്നത് ഒരു മോർണിംഗ് ആ ഒരു ടൈമിലാക്കാരം. ഇത് കഴിഞ്ഞ് കുറച്ച് ടൈം ആകുമ്പോൾ ഇവള് ഈ കുളത്തേക്ക് കുളിക്കാൻ പോകും. അങ്ങനെ ഇവള് കുളത്തിൽ ഇറങ്ങി കുളിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ഇയാള് കുളത്തേക്ക് ചാടും. ഇവളെ പിടിച്ച് വെള്ളത്തിൽ താഴ്ത്തും. ഇയാൾ അത്യാവശ്യം വലിയ മനുഷ്യനായോണ്ട് തന്നെ ഇവക്ക് ഇയാളായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനോ സൗണ്ട് ഉണ്ടാക്കാനോ ഒന്നും ടൈം കിട്ടൂല. അതിന്റെ ഉള്ളിൽ തന്നെ ഇവൾ അങ്ങനെ മുങ്ങി മരിക്കും. അങ്ങനെ അത് കിടന്നോളം അങ്ങനെ മുങ്ങി മരിക്കും ചെയ്യും. ഇയാള് അതിനടുത്ത് തന്നെ ഈ കുളത്തിന്റെ അടുത്ത് തന്നെ ഇവളെ കുഴിച്ചിടും. ആ ടൈമിലൊക്കെ ഇയാളക്കാര വീടിന്റെ ആണെന്നുണ്ടെങ്കിലും ഈ പറമ്പിന്റെ കുളത്തിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത് ഇയാളക്കാരം. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരം ഇവിടെ കുഴിച്ചിട്ടതൊന്നും ആരും തന്നെ അറിഞ്ഞില്ല. ഇത്രയും കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ അംബികന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഏറ്റവും നഷ്ടവും ചതിയും ഒക്കെ ഇതായിരിക്കും എന്നുള്ളത്. അല്ല, ഇവളെ കൊന്നതിന് ശേഷം ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇവളുടെ പേരിൽ അതായത് ഈ അംബിക ഇയാളുടെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ള രീതിക്ക് ഒരു കത്ത് എഴുതി വെക്കും. എന്നിട്ട് അന്ന് തന്നെ ഇയാൾ അവിടുന്ന് നാട് വിട്ടു പോകും. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഈ കേശവൻ ആകെ ഒറ്റപ്പെട്ടു പോകുകയും ഒറ്റപ്പെടലിനേക്കാൾ കൂടുതൽ എന്തുകൊണ്ട് ഇവളിങ്ങനെ ചെയ്ത് ഇവക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അതായത് ചതിക്കപ്പെട്ടു എന്നുള്ളൊരു ഫീല് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇയാൾ ആകെ ഡിപ്രസ്ഡ് ആയി മാറും. എന്നും രാത്രി ആയാലും ഇയാൾക്ക് ആരോട് സംസാരിക്കാൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ കുളത്തിന്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഒറ്റക്ക് പറഞ്ഞിങ്ങനെ കരയും. അങ്ങനെ ഇതൊക്കെ തീരെ സഹിക്കാൻ കഴിയാതാവുമ്പോഴാണ് അയാൾ ഈ കുളത്തേക്ക് എടുത്ത് ചാടുന്നതും ആത്മഹത്യ ചെയ്യണതും. ആൻഡ് ഇയാൾ ഈ കുളത്തിന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത് എന്നും ഈ അംബിക കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇവള് മരിച്ചതിനേക്കാൾ ഈ കേശവന് സംഭവിച്ച കാര്യങ്ങൾ ഇവളുടെ ഉള്ളിൽ ഭയങ്കര പകയുണ്ടാക്കുകയും അത്രയ്ക്ക് ഇഷ്ടക്കാര അംബികക്ക് ഈ കേശവനാന്നുണ്ടെങ്കിലും ഇവള് പോയി എന്നുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടാ കാര്യം അത്രത്തോളം ഇഷ്ടമായിട്ടായിരിക്കും അയാളാന്നുണ്ടെങ്കിലും മരിച്ചിട്ടുണ്ടാവുക. ആൻഡ് ഇവൾ ഇത്രയും പറഞ്ഞതിൽ ഇവളെ കൊന്നതോ ഇവക്കുണ്ടായ നഷ്ടങ്ങളോ ഒന്നും അവൾ പറഞ്ഞ് കരയുന്നുണ്ടാവുക. കേശവനുണ്ടായ നഷ്ടങ്ങളും അയാൾ ഒറ്റപ്പെട്ടതൊക്കെ പറയുമ്പോഴൊക്കെ ഇവക്ക് അത്രയും വിഷമം ഉണ്ടാവുക. ലൈക്ക് കേശവന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവളൊരു കുട്ടീനെ പോലെ ഇരുന്ന് കരയായിരിക്കുവേ.